ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു നിസാൻ്റെ അൾട്ടിമയാണ്. ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കേബിൾ പൊട്ടിപ്പോയി. ഈ കേബിളിൻ്റെ സൈഡിലായിട്ടൊരു പ്ലാസ്റ്റിക് ലോക്ക് വരുന്നതാണ്. ആ ലോക്കാണ് ഡാമേജ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അതൊരു തട്ടിക്കൂട്ടി പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കേബിൾ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂളൻറ്റിൻ്റെ ബ്രീത്തർ ഹോസ് നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പകുതി പോർഷൻ നമ്മൾ വീണ്ടും അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കേബിളിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്ത ഒരു തട്ടിക്കൂട്ടി പരിപാടിയാണെങ്കിലും ഞാനത് ഫിറ്റ് ചെയ്തതിന് ശേഷം ആ കേബിൾ അതിൻ്റെ അകത്ത് ആ റബ്ബറിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഗിയർ ലിവർ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. അത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചാടിപ്പോകുന്ന കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം. പിന്നെ അതുകൂടാതെ തന്നെ ഒന്നും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ അകത്തൊരു വൈൻഡിങ് വയറും കൂടി ക്ലിപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങൾക്ക് കാണാം. ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. ഇത് കണ്ടല്ലോ, ഒന്നും കൂടി സേഫ്റ്റി ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഗിയർ ലിവർ കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു. ഇതിൻ്റെ ഗിയർ ലിവറിന് തൊട്ട് താഴെയായിട്ടൊരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് ലോക്ക് ചെയ്യുക, അതിനുശേഷം കവർ ലോക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ കൂടുതൽ ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതൊക്കെ മോഡൽ വാഹനങ്ങളാണ് നിങ്ങൾക്ക് ഇതേപോലെയുള്ള കംപ്ലയിൻറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.